നമസ്കാരം. കുടവയർ അല്ലെങ്കിൽ വയറ് ചാടൽ ഒരു വലിയ പ്രോബ്ലം ആണല്ലേ. ഇത് കുറയ്ക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവരുടെ ഒരറിവിലേക്കായി കുറച്ച് കാര്യങ്ങൾ കുടവയർ കുറയ്ക്കാൻ ഒരു 5-6 വഴികളുണ്ട്. സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്യണം, അത് മറ്റൊരു കാര്യം. വല്ലപ്പോഴും ഒന്ന് ചെയ്തിട്ട് ഒരിക്കലും ശരിയാവത്തില്ല. ഒരു റെഗുലാരിറ്റി ഷുഡ് ബി ദയർ. നമുക്കൊരു ഡിറ്റർമിൻഡ് ഔട്ട്ലുക്ക് വേണം. ഇന്നത് ഇത്ര കുറച്ചിരിക്കും, തീർച്ചയായിട്ടും കുറയും. ഈ വയറിന്റെ കാര്യം എന്താണെന്നറിയാമോ? വയറ് എല്ലാവരും പറയും എന്തൊക്കെ ഞങ്ങൾ ഡയറ്റിങ് ചെയ്താലും വയറ് കുറയില്ല. കാര്യം എന്താ? ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ആദ്യം പോയി കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വിസറൽ ഫാറ്റാണ്, വയറിന് ചുറ്റുമാണ്. ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമേ ഇറങ്ങുള്ളൂ. അതിന് ഒത്തിരി വ്യായാമവും കൂടെ അതിനോടൊപ്പം ചെയ്യണം. എങ്കിൽ കൂടിയും നമ്മൾ മെറ്റബോളിസം കൂട്ടുക വഴി നമുക്ക് വയറിന്റെ വലിപ്പം കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം വ്യായാമം ചെയ്യണം, ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എടുക്കണം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണം. ഇതെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒരു 5-6 ഉണ്ട്. അത് ഞാൻ അവസാനം പറയാം. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത് പറയുന്ന രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി, നല്ല വ്യത്യാസം വരും. നമ്പർ 1 എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ്. വയറുമായി ബന്ധപ്പെട്ട ബ്രിഡ്ജ് എക്സസൈസ് ഉണ്ട്, പിന്നെ കുറെ പ്ലാങ്ക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള എക്സസൈസ് എല്ലാം ഒരു ഹെൽത്ത് ക്ലബിൽ പോയി തന്നെ ചെയ്യാൻ നോക്കുക. ജിമ്മിൽ പോയി തീർച്ചയായിട്ടും വ്യായാമം വയറിന് കൊടുക്കുക. വയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വ്യായാമം, കാർഡിയോ അല്ല. കാർഡിയോയ്ക്കകത്ത് വയറൊന്നും വരത്തില്ല. അപ്പോൾ വയറിന് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വ്യായാമം അത്യാവശ്യം ചെയ്യണം. രണ്ടാമത്തെന്ന് പറയുന്നത് നല്ലോണം ഉറങ്ങുക. സത്യം, ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ ഇല്ലാണ്ടിരിക്കണം, സ്ട്രെസ് ഫ്രീ ലൈഫ് ആയിരിക്കണം. സ്ട്രെസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സ്ട്രെസ് ഹോർമോൺ വന്നിട്ട് നേരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം മുഴുവൻ കൊഴുപ്പായി മാറും. അപ്പൊ അത് എന്ത് ആഹാരം കഴിക്കുന്ന അത് ഉടനെ തന്നെ കൊഴുപ്പായി മാറിക്കഴിഞ്ഞാൽ അത് വയറിന്റെ ചുറ്റിനുമാണ് ആദ്യം അടിഞ്ഞുകൂടുന്നത്. അത് ഓർമ്മ വേണം. അപ്പൊ അതുകൊണ്ട് സ്ട്രെസ് ഫ്രീ ലൈഫ് ഏറ്റവും പ്രധാനം. അപ്പം യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. അത് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ 7-8 മണിക്കൂർ ഉറങ്ങാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം, ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണങ്ങൾ. ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മെറ്റബോളിസം കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്. അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യുകയല്ല, ഞാൻ പറയുന്ന രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഏറ്റവും എഫക്റ്റീവാണ്. വൈകിട്ട് 6 മുതൽ പിറ്റേ ദിവസം 10 മണി വരെ കുറച്ച് ഞാൻ പറയുന്ന ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെ ഗ്രെയിൻ ഫ്രീ ഡയറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എൻ്റെ വീഡിയോ ഫ്രം 3 to 7 327 തൊട്ട് 341 വരെ വീഡിയോസ് കിടപ്പുണ്ട്. ഗ്രെയിൻ ഫ്രീ ഡയറ്റ് നിങ്ങൾക്ക് എത്ര റെസിപ്പികൾ ഉണ്ടെന്ന് അറിയാമോ അതിനകത്ത്. അപ്പൊ അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന് പറയുമ്പോൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്, ചിയാ സീഡ്, അതുപോലെ മുരിങ്ങയില, ടൊമാറ്റോ, സവാള, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ട് മുട്ട മാത്രം കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വെജിറ്റബിൾ ജ്യൂസ് കഴിക്കാം, ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾ ജ്യൂസ്. 11 മണിക്ക് വീണ്ടും ഈ പറയുന്ന നമ്മുടെ ചായകളുണ്ട്, അത് ഞാൻ പറയാം. ചായ കുടിക്കുക, കരിഞ്ജീരക ചായയോ മല്ലിച്ചായയോ അന്നേരവും കുടിക്കുക. ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഫുൾ മീൽ സാലഡ് ഉണ്ട്, നമ്മളെ സോർക്രാറ്റും അതുപോലെ പിക്കിൾഡ് വെജിറ്റബിളും. വീഡിയോ നമ്പർ 315. പിക്കിൾഡ് വെജിറ്റബിളും സോർക്രാറ്റും ചേർത്ത് കുറച്ച് നട്ട്സും അതോടൊപ്പം കുറച്ച് മറ്റുള്ള വെജിറ്റബിൾസും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല മഷ്റൂംസ് അങ്ങനെയൊക്കെ ഉള്ള നല്ല സാലഡ്സ് കഴിക്കാം. പിന്നെ അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി എല്ലാം കഴിക്കാം. പിന്നെ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ, നോൺ വെജിറ്റേറിയൻസിന് ഫിഷോ ചിക്കനോ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറോ കടലയോ അത് നല്ല കറി ഉണ്ടാക്കി അത് നന്നായിട്ട് അത് കഴിക്കുക. അപ്പൊ നമ്മൾ റൈസ് എടുക്കുന്നില്ല, രാവിലെ എടുത്തില്ല, ഉച്ചയ്ക്കും എടുത്തില്ല. വൈകിട്ടാണെങ്കിലോ ഇതുപോലെ തന്നെ ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ നന്നായിട്ട് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല കറി വെച്ചോ കഴിച്ചിട്ട് അതിനോടൊപ്പം ഈ സാലഡ്, ഉച്ചക്കലത്തെ സാലഡ്, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി എടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യം. വൈകിട്ടെന്ന് പറയുമ്പോൾ 6 മണിക്ക്, 10 മണി മുതൽ 6 മണി വരെ ഈ 3 നേരം ഭക്ഷണം നിർത്തുക. പിന്നെ ഇടയ്ക്ക് സ്നാക്കായിട്ട് നട്ട്സും സീഡ്സും ഇഷ്ടം പോലെ കഴിക്കാം. കപ്പലണ്ടിയും കാഷ്യൂനട്ടും കുറച്ചുകൊണ്ട് ബദാം അല്ലെങ്കിൽ വാൽനട്ട്സ്, പൊരികടല ഒക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാം. ഏറ്റവും നല്ലതാണ് ബദാം. വാൽനട്ട്സും നല്ലതാണ്. വിശപ്പേ വരില്ല, ഒരു 2-3 വാൽനട്ട്സ് കഴിച്ചു നോക്കും. ഈ വിശപ്പാണല്ലോ എല്ലാവർക്കും പ്രധാനം. അപ്പൊ ഇതാണ് നമ്മളൊരു പ്രോട്ടോകോൾ, ഏത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ്. അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കാവുന്ന കുറെ ഡ്രിങ്ക്സ് ഉണ്ട്. ഈ ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജിയും തരും, വിശപ്പും കുറയ്ക്കും, പിന്നെ നന്നായിട്ട് വെയിറ്റും കുറയും. ഡയൂററ്റിക് ആക്ഷൻ ഉള്ളതാണ് എൻ്റെ മല്ലിച്ചായ. കേട്ടിട്ടുണ്ട്? കരിഞ്ജീരക ചായ, മല്ലിച്ചായ, പെരിഞ്ജീരക ചായ, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇതിനെല്ലാം തന്നെയും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം അതിൽ നോക്കിയാൽ മതി. ഡോക്ടർ ലളിത അപ്പുകുട്ടൻ ചായ എന്നിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം വരും.
അപ്പോൾ ഇതിനകത്ത് കരിഞ്ജീരക ചായ നമ്മൾ വൈറൽ വീഡിയോ ആണത്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അതായത് 2-3 വർഷത്തിന് മുന്നേ ആദ്യം ഞാൻ തുടക്കത്തിൽ ചെയ്തതാണ്. അത് കരിഞ്ജീരകം 100 ഗ്രാം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കറുവപ്പട്ട, മഞ്ഞൾ, അതോടൊപ്പം കുരുമുളക്, ഇത്രയും കൂടെ വറുത്ത് പൊടിച്ച്, അതിൻ്റെ അനുപാതമുണ്ട്, അത് നോക്കിയാൽ മതി. വറുത്ത് പൊടിച്ചിട്ട് അത് എല്ലാ ദിവസവും 1 ടീസ്പൂൺ 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് അത് ഒന്ന് ബ്രൂ ചെയ്യുക. അതിനകത്തേക്ക് പിന്നെ ഇച്ചിരി വെർജിൻ ഓയിലും ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എക്സലൻ്റ്. ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുടവയറ് കുറയുകയോ അല്ലാതെ ടോട്ടലായിട്ടുള്ള വണ്ണവും കുറയുക, അതോടൊപ്പം ഫാറ്റി ലിവർ, ഡയബറ്റിസ്, പ്രമേഹം കുറയ്ക്കും, അമിതവണ്ണം കുറയ്ക്കുക, പിന്നെ BP, കൊളസ്ട്രോൾ, ഇവയ്ക്കെല്ലാം ഒരു ഒറ്റമൂലി പോലുള്ളതാ. ഇത് മാത്രം കഴിക്കുമ്പോഴല്ല, നിങ്ങൾ ഓർക്കണം, എൻ്റെ ഡയറ്റ് പ്ലാനും കൂടെ നോക്കണം. LK ഡയറ്റ് പ്ലാൻ കിടപ്പുണ്ട്. LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ മതി. ഇത് ഇത്രയും കൂടെ വരുമ്പോഴത്തേ എക്സലന്റ് പരിപാടിയാണ്. നിങ്ങൾക്ക് എത്ര കുറയാത്ത വണ്ണവും അതോടൊപ്പം എക്സസൈസും ഒരു ജിമ്മിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി, നല്ല വ്യത്യാസം വരും. പിന്നെ ഈ കരിഞ്ജീരക ചായ ഞാൻ മല്ലിച്ചായ ഇറക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടായിരുന്നു, അതും എക്സലന്റ് ആണ്. അത് ഞാനതിൽ പറയുന്നുണ്ട്. മോളുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് എന്നോട്, ആൻറ്റി എനിക്ക് വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കണം, ആകെ ഒരു 10-12 കിലോയെ കൂടുതലുള്ളൂ, അതിന് ഭയങ്കര ആഗ്രഹമായിട്ട് വന്നിരിക്കുക, എൻ്റെ ശരീരമൊക്കെ ഒന്ന് ഷേപ്പൊക്കെ ശരിയാവണം എന്ന്. അപ്പം ഞാനൊരു നല്ല പ്രോട്ടോകോൾ വെച്ചിട്ട് എൻ്റെ വീട്ടിലിവിടെ തന്നെ താമസിപ്പിച്ച് 4-5 ദിവസം താമസിപ്പിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ മല്ലിച്ചായ അതിന് വേണ്ടിയിട്ടായിരുന്നു, ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം മല്ലിയുടെ കുറേ ഗുണങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ മല്ലി കൂടുതൽ വെച്ചിട്ടുള്ള ഒരു ചായ, അത് മല്ലിച്ചായ കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പി എടുത്തിട്ട് നിങ്ങൾ മല്ലിച്ചായ തയ്യാറാക്കുക. ആ മല്ലിച്ചായ നിങ്ങൾ ഈ പറയുന്ന ഫാസ്റ്റിംഗ് മോഡില്ലേ, നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 10 മണി വരെ, ആ സമയത്തും അത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യവും നമുക്ക് ഈ മല്ലിച്ചായയും കരിഞ്ജീരക ചായയും കഴിക്കാം. അതോടൊപ്പം പിന്നെ പെരിഞ്ജീരക ചായ, ഇങ്ങനെയുള്ള ചായ, പിന്നെ കൂടാതെ ലൈം ജ്യൂസ് ഇല്ലേ, ലൈം ജ്യൂസ് എടുത്ത് വെർജിൻ ഓയിൽ ചേർത്ത് ചിയാ സീഡും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ കഴിക്കാം. ഇത് ഫാസ്റ്റിംഗ് മോഡിലല്ല, അല്ലാതെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈമിലല്ല, അതൊരു ഫാസ്റ്റിംഗ് വിൻഡോ ആണല്ലോ 16 മണിക്കൂർ. അല്ലാതെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് ഇടയ്ക്ക് ഒരു 4 മണി ചായ നമുക്ക് കഴിക്കാം. അന്നേരം ഈ നട്ട്സും എടുക്കണം, നട്ട്സും സീഡ്സും, അതുപോലെ പംകിൻ സീഡ്, മെലൺ സീഡ്, സൺഫ്ലവർ സീഡ്, ഇവയൊക്കെ തന്നെ ഒരു കുപ്പി. അതിൻ്റെ സ്നാക്കിൻ്റെ ഇഷ്ടം പോലെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കുന്ന രീതി, വെർജിൻ ഓയിൽ ഒഴിക്കുക, കോട്ടിങ് കൊടുക്കുക, അതിനകത്ത് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഷ്ടമുള്ള ഫ്ലേവർ എന്തെങ്കിലും ചാറ്റ് മസാല വേണം അതും ഇടാം. എന്നിട്ട് ഒരു കൈ അത് കഴിക്കാം, ഒരു കൈപ്പിടി തന്നെ കഴിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വെയിറ്റ് കൂടില്ല. ഇങ്ങനെയുള്ള ഇതൊക്കെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡാണ്, അതായത് ഗ്ലൈസമിക് ലോഡ് വളരെ കുറവാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ഈ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും, മെറ്റബോളിസത്തിനെ എൻഹാൻസ് ചെയ്യും. അതാണ് ഇവിടുത്തെ സംഭവിക്കുന്നത്. അതായത് എനർജി കൺവേർഷൻ ഇല്ലേ, അത് കൂട്ടും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ഈ ഫാറ്റ് ആവുന്നതിൻ്റെ പ്രധാന കാര്യം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹം വരുന്നതിൻ്റെ കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഫാറ്റി ലിവറിൻ്റെ കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അമിതവണ്ണത്തിൻ്റെ കാരണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് PCOയുടെ കാരണം. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഒരുമിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുക്കണം, എടുത്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഈ പറയുന്ന ഒരിക്കലും കുറയാത്ത വയറ് കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നമ്പർ 1 ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, 2 ഗ്രെയിൻ ഫ്രീ ഡയറ്റ് പ്ലാൻ, 3 ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മോഡിൽ ഈ പറയുന്ന 3 ചായ, കരിഞ്ജീരക ചായ. ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കരിഞ്ജീരക ചായ വെച്ചാൽ, കരിഞ്ജീരക ചായക്കകത്ത് കുറച്ച് വെർജിൻ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കുടിക്കാം, വിശപ്പേ വരില്ല. അപ്പോൾ യു വിൽ ഫീൽ എനർജറ്റിക്, ആക്റ്റീവ് ആൻഡ് അലർട്ട്. മനസ്സിലായോ? ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് പലപ്പോഴും, ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ്. എനിക്ക് വല്ല ക്ഷീണമുണ്ടോ നിങ്ങൾ നോക്ക്, എൻ്റെ ഫേസിന് വല്ല ക്ഷീണമുണ്ടോ? അപ്പോൾ ആ ക്ഷീണം വരാതിരിക്കുന്നത് അത് പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല നെയ്യ് ചേർക്കും, വെർജിൻ ഓയിൽ ചേർക്കും, ഈ പറയുന്ന സാലഡ് ചേർക്കും. ഞാൻ ഈ പിക്കിൾഡ് സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അതിനകത്ത് കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കുക. ഇതെല്ലാം തന്നെയും പ്രേക്ഷകരുടെ അറിവിലേക്കായി ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങളൊക്കെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരുണ്ട്, വലിയ ഷുഗർ പേഷ്യൻസ്, ഒത്തിരി ഇൻസുലിൻ എടുക്കുന്നത്. ഇങ്ങനത്തെ ഡയറ്റിലേക്ക് വരുമ്പോൾ ഇൻസുലിൻ്റെ ആവശ്യകത കുറയും, ടാബ്ലറ്റിൻ്റെ ആവശ്യകത കുറയും. അപ്പം നിങ്ങൾ നന്നായിട്ട് മോണിറ്റർ ചെയ്യണം, രാവിലെയും വൈകിട്ടും നോക്കിയിട്ട് മാത്രമേ ഈ മെഡിസിൻ്റെ അളവ് കണക്കാക്കാവൂ. ചുമ്മാതെ എടുത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ അടിക്കും.
ദയവേത് എൻ്റെ നമ്പറിൽ വിളിച്ച് ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് കൺസൾട്ടേഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരിക്കും നമുക്കവിടെ കിട്ടുക കറക്റ്റായിട്ട്. അതുകൊണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും എൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അത് നോക്കിയെടുത്ത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ചിലർക്ക് ഇറ്റ് ഇസ് വെരി മച്ച് പോസിബിൾ. അങ്ങനെയുള്ളവർ സ്വന്തമായിട്ട് ചെയ്യുക. അതല്ലാത്തവർ എൻ്റെ നമ്പറിൽ വിളിച്ച് നമുക്കൊരു കൺസൾട്ടേഷൻ എടുത്ത് അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് മോഡുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഭക്ഷണത്തിലൂടെ ശരിയായ ജീവിതശൈലിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് മാറ്റാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.